ലാൽ കില മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾ റെഡ് ഫോർട്ടിൻ്റെ എൻട്രൻസിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലാൽ കില എന്ന് പറയുന്നത് ഡൽഹി മെട്രോൻ്റെ വയലറ്റ് ലൈനിലാണ്. അപ്പോൾ ഇന്ന് മുഴുവനും ഞങ്ങൾ യാത്ര ചെയ്യാൻ പോകുന്നത്, ഇല്ലെങ്കിൽ ഞങ്ങളെ ഡെസ്റ്റിനേഷൻ മുഴുവൻ ഡൽഹി മെട്രോൻ്റെ വയലറ്റ് ലൈനിലുള്ള ഡെസ്റ്റിനേഷൻസിലാണ്. രാവിലെ തന്നെ ആണെങ്കിലും ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. ടിക്കറ്റ് കൗണ്ടറിന് അടുത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 35 രൂപയാണ് ടിക്കറ്റിന് ചാർജ് വന്നത്. നമുക്ക് ഓൺലൈനായിട്ടും റെഡ് ഫോർട്ടിൻ്റെ എൻട്രി ടിക്കറ്റ് എടുക്കാം. അപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യൻ്റെ സൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ റെഡ് ഫോർട്ട് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ റെഡ് ഫോർട്ടിൻ്റെ ടിക്കറ്റ് നമുക്ക് എടുക്കാൻ സാധിക്കും. ഡൽഹിയിലെയും ആഗ്രയിലെയും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളുടെ എല്ലാം ടിക്കറ്റ് നമുക്ക് ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യൻ്റെ സൈറ്റിൽ നിന്ന് നമുക്ക് എടുക്കാൻ സാധിക്കും. മുൻപോട്ട് നടന്നിട്ട് ഞങ്ങൾ എത്തിയത് റെഡ് ഫോർട്ടിൻ്റെ ഒരു കവാടത്തിലേക്കാണ്. മുഴുവൻ റെഡ് കളറിലുള്ള കല്ലുകളാൽ പണിത ഒരു ഫോർട്ട് ആയതുകൊണ്ടാണ് ഇതിന് റെഡ് ഫോർട്ട് എന്നുള്ള പേര് വന്നത്. അതിൻ്റെ പേരിനെ അന്വർത്ഥമാക്കുന്ന ആ വിധത്തിലാണ് ഇതിൻ്റെ മുഴുവൻ നിർമ്മിതികളും. ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ചുവന്ന കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചതായതുകൊണ്ട് തന്നെ കോട്ടയ്ക്ക് ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു. കയറി ചെന്നപ്പോൾ തന്നെ രണ്ട് ഭാഗത്തും നിരവധി കച്ചവടക്കാരുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ ഇവിടെ അടുത്തുനിന്ന് ഓരോ സാധനങ്ങൾ, നമ്മളെ റെഡ് ഫോർട്ടിൽ മാത്രം കിട്ടുന്ന ഒരുപാട് സാധനങ്ങൾ വിൽക്കുന്ന കടകളാണ് ഈ രണ്ട് സൈഡിലും നമ്മൾ കാണുന്നത്. ഇന്ത്യയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ലാൽ കില അല്ലെങ്കിൽ റെഡ് ഫോർട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെയും മഹത്തായ ചരിത്രത്തിൻ്റെയും പ്രതീകമായിട്ടാണ് കണക്കാക്കുന്നത്. 17-ാം നൂറ്റാണ്ടിൽ മുഗൾ ചക്രവർത്തിയായ ഷാജഹാനാണ് ഈ കോട്ട നിർമ്മിച്ചത്. ചുവന്ന മൺകല്ലിൽ പണിത ഒരു അത്ഭുത നിർമ്മിതിയാണ് ഈ റെഡ് ഫോർട്ട്. റെഡ് ഫോർട്ടിനകത്തുള്ള ഒരു മ്യൂസിയത്തിനും ലൈറ്റ് ഷോയ്ക്കും നമ്മൾ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം. പുറത്തെ കാഴ്ചകൾ തന്നെ ഒരുപാട് കാണാനുള്ളതുകൊണ്ട് അതിനകത്തേക്ക് കയറാൻ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല. റെഡ് ഫോർട്ടിൻ്റെ ഉള്ളിൽ എന്ന് പറയുന്നത് ഒരു വിശാലമായിട്ടുള്ള ലോകമാണ്. ഒരുപാട് നിർമ്മിതികളുണ്ട് അതിനകത്ത്. പിന്നെ മനോഹരമായിട്ട് വെട്ടിയൊതുക്കിയ പുല്ലുകൾ, ചെടികൾ, മരങ്ങൾ എല്ലാം ഒരു അടിപൊളി കാഴ്ചയാണ്. റെഡ് ഫോർട്ടിൽ നമുക്ക് ഒരുപാട് കാണാനായിട്ടുണ്ടായിരുന്നു. ഷാജഹാൻ ഈ കോട്ടയ്ക്ക് നൽകിയ പേരാണ് കില ഐ മുബാറക്ക്. കില ഐ മുബാറക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഗ്രഹിക്കപ്പെട്ട കോട്ട എന്നാണ് അതിൻ്റെ അർത്ഥം. യമുന നദീതീരത്ത് ചുവന്ന കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചതിനാലാണ് ഈ കോട്ടയ്ക്ക് റെഡ് ഫോർട്ട് എന്ന് പേര് വന്നത്. ദിവാൻ ഐ ആം, പൊതുജനങ്ങളെ കാണാൻ ചക്രവർത്തി ഉപയോഗിച്ച ഒരു വിശാലമായിട്ടുള്ള ഒരു മണ്ഡപമാണിത്. ഈ കാണുന്നതാണ് ദിവാൻ ഐ ആം. റെഡ് ഫോർട്ടിനുള്ളിലെ പ്രധാനപ്പെട്ട കാഴ്ചകളാണ് ലാഹോരി ഗേറ്റ്, ഡൽഹി ഗേറ്റ്, ദിവാൻ ഇ ആം, ദിവാൻ ഇ ഖാസ്, രംഗ് മഹൽ, മോത്തി മസ്ജിദ്, നഹർ ഐ ബിഹിഷ്. ലാഹോരി ഗേറ്റ് എന്ന് പറയുന്നത് കോട്ടയുടെ പ്രധാന പ്രവേശന കവാടമാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്നതും രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നതും ഈ കവാടത്തിൻ്റെ മുകളിൽ നിന്നിട്ടാണ്. ഡൽഹി ഗേറ്റ് കോട്ടയുടെ തെക്ക് വശത്തുള്ള ഒരു പ്രധാന പ്രവേശന കവാടമാണ്. ദിവാൻ ഐ ഖാസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട പ്രഭുക്കന്മാരുമായിട്ട് ചക്രവർത്തി കൂടിക്കാഴ്ച നടത്തിയിരുന്ന ഒരു സ്ഥലമാണ് ദിവാൻ ഐ ഖാസ്. രംഗ് മഹൽ വർണ്ണങ്ങളുടെ കൊട്ടാരം എന്നാണ് അറിയപ്പെടുന്നത്. രാജകുടുംബത്തിലെ സ്ത്രീകളുടെ വാസസ്ഥലമായിരുന്നു ഈ രംഗ് മഹൽ. മുഗൾ ചക്രവർത്തിയായ ഔറംഗസേബ് പണി കഴിപ്പിച്ച വെള്ള മാർബിളിൽ തീർത്ത മനോഹരമായിട്ടുള്ള ഒരു പള്ളിയാണ് മോത്തി മസ്ജിദ്. കോട്ടയിലെ കൊട്ടാരങ്ങൾക്ക് ഉള്ളിലൂടെ ഒഴുകിയിരുന്ന സ്വർഗീയ അരുവി എന്നറിയപ്പെടുന്ന നീർച്ചാലുകളുടെ ഒരു ശൃംഖലയാണ് നഹർ ഐ ബിഹിഷ്. റെഡ് ഫോർട്ടിലെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾ അടുത്തതായിട്ട് പോകുന്നത് ജുമാ മസ്ജിദിലേക്കാണ്, ഡൽഹി ജുമാ മസ്ജിദ്. അപ്പോൾ ഡൽഹി ജുമാ മസ്ജിദിലേക്ക് പോകാനായിട്ട് ഇവിടുന്ന് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. ഏകദേശം 1 കിലോമീറ്ററിനടുത്ത് 900 മീറ്ററോ 800 മീറ്ററോ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ നടക്കുന്നത് എന്ന് പറയുന്നത് നല്ല അടിപൊളി ഒരു സ്ട്രീറ്റിലൂടെയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട്, ഒരുപാട് സ്ട്രീറ്റുകളുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ലൊക്കേഷൻ പിടിച്ചാണ് ഈ ജമാ മസ്ജിദിലേക്ക് എത്തിയത്. ആ തിരക്കുള്ള സ്ട്രീറ്റിൽ കൂടെ നടക്കുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു, പക്ഷേ അപകടമൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര തിരക്കായതുകൊണ്ട് തന്നെ നമ്മുടെ പേഴ്സും പണവും ഒക്കെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടാണ് വരുന്നത്, ഫോൺ എടുത്തിട്ട് ആരെങ്കിലും ഓടിപ്പോവുക അങ്ങനത്തെ ഒക്കെ പേടിച്ചിട്ടാണ് വരുന്നത്. പക്ഷേ നമുക്ക് വേറൊരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നേരെ നമ്മൾ ജുമാ മസ്ജിദിലേക്ക് എത്തി. ജുമാ മസ്ജിദിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചെരുപ്പ് പുറത്ത് അഴിച്ചിട്ട് വേണം അകത്തേക്ക് കയറാൻ. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഏകദേശം ഉച്ച സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം നല്ല ചൂടാണ്. ഇവിടെ നല്ല തണൽ മരങ്ങളോ അങ്ങനെയൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല.
അപ്പോൾ ഈ ജുമാ മസ്ജിദിലേക്ക് വരുന്നവരൊരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടേക്ക് വരുന്ന സമയം ഏകദേശം വൈകിട്ട് വരുന്നതായിരിക്കും നമുക്ക് ഇവിടുത്തെ ഒരു കാര്യം എക്സ്പ്ലോർ ചെയ്യാൻ ഏറ്റവും നല്ലത്. ജുമാ മസ്ജിദിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. ഞങ്ങൾ അവിടുന്ന് ഭക്ഷണം കഴിച്ചു. അതിനുശേഷം നേരെ ലാൽക്കില മെട്രോ സ്റ്റേഷനിലേക്ക് എത്തി. മെട്രോ കയറി ഞങ്ങൾ ഡൽഹി ഗേറ്റ് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അന്ത്യവിശ്രമം കൊള്ളുന്ന രാജ്ഘട്ടിൻ്റെ ഏറ്റവും അടുത്തുള്ള മെട്രോ സ്റ്റേഷനാണ് ഡൽഹി ഗേറ്റ് മെട്രോ സ്റ്റേഷൻ. ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് രാജ്ഘട്ടിലേക്ക് കുറഞ്ഞ ദൂരമേ ഉള്ളൂ. ഞങ്ങൾ ചെറിയൊരു റിക്ഷയിലാണ് പോകുന്നത്. ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഭവമായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും മഹാനായ വ്യക്തി അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ സ്ഥലവും ഇതെല്ലാം കാണാൻ സാധിച്ചത് ഭയങ്കര ഒരു അനുഭവമായിരുന്നു. രാജ്ഘട്ടിലെ എൻട്രി നമുക്ക് ഫ്രീ ആണ്. 7 മണിയാണ് ഇവിടുത്തെ ക്ലോസിംഗ് ടൈം. രാജ്ഘട്ടിൽ നിന്ന് ഇറങ്ങി അടുത്തതായിട്ട് ഞങ്ങൾ പോകുന്നത് ലോട്ടസ് ടെമ്പിളിലേക്കാണ്. ഡൽഹി ഗേറ്റ് മെട്രോ സ്റ്റേഷനിൽ നിന്ന് മെട്രോ കയറി കൽക്കാജി മന്ദിർ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് കുറഞ്ഞ ദൂരമേ ഉള്ളൂ ഈ ലോട്ടസ് ടെമ്പിളിലേക്ക്. വിടർന്നു നിൽക്കുന്ന താമരപ്പൂവിൻ്റെ ആകൃതി ആയതുകൊണ്ടാണ് ഇതിന് ലോട്ടസ് ടെമ്പിൾ എന്ന് പേര് വന്നത്. വെളുത്ത മാർബിൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. 1986 ഡിസംബറിലാണ് ഇത് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തത്. മനോഹരമായ വാസ്തുവിദ്യ, സമാധാനപരമായ അന്തരീക്ഷം, മതസൗഹാർദ്ദ കാഴ്ചപ്പാടും ഉള്ളതുകൊണ്ടാണ് ലോട്ടസ് ടെമ്പിൾ ഇത്രയും ആളുകൾ ഇവിടെ സന്ദർശിക്കാനായിട്ടുള്ള ഒരു കാരണം. ലോട്ടസ് ടെമ്പിളിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നേരെ പോയത് ഷോപ്പിങ്ങിനാണ്. അത്യാവശ്യം നല്ലൊരു ഷോപ്പിംഗ് നടത്തി. അതിനുശേഷം ഭക്ഷണം കഴിച്ച് റൂമിലേക്ക് പോയിട്ട് പുലർച്ചെയാണ് ഞങ്ങൾക്ക് ട്രെയിന്, മംഗള എക്സ്പ്രസ്. അപ്പോൾ പുലർച്ചെ ഒരു ഉബർ ഓട്ടോ ടാക്സിയിലാണ് ഞങ്ങൾ റൂമിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയത്. ഏകദേശം 2 ആഴ്ച നീണ്ട നോർത്ത് ഇന്ത്യ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നേരെ നാട്ടിലേക്കാണ്. ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായൊരു ട്രിപ്പായിരുന്നു. എന്നാൽ പിന്നെ അടുത്തൊരു ട്രിപ്പിൻ്റെ അടിപൊളി അനുഭവങ്ങളായിട്ട് വീണ്ടും കാണാം.